എറണാകുളം മീറ്റിങ്ങിനാണ് ഇവർ വരുന്നത്. എറണാകുളം മീറ്റിങ്ങിനാണ് വരുന്നത്. ജപ്തിയായിരുന്നു. 9-ാം തീയതി ജപ്തി പ്രഖ്യാപിച്ചു. സെറ്റിൽമെന്റ് നടക്കും. ഒരു സെറ്റിൽമെന്റ് നടക്കും. 9-ാം തീയതിക്ക് ഇപ്പുറം അതിന്റെ പലിശ അടയ്ക്കാൻ തക്കവണ്ണം ദൈവം ഇവർക്കൊരു വാതിലിനെ തുറന്നു കൊടുത്തു. നമസ്കാരം ഷാജി. നമുക്കിവിടെ കുറെ കേരളത്തിലെ കുറെ മൊണ്ണവിശ്വാസികളുണ്ട്. ഈ മൊണ്ണവിശ്വാസികൾക്ക് പറ്റിയ കുറെ ആൾദൈവങ്ങളുണ്ട്. ഈ ഓരോ സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മാവ് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഈ സത്യം പറഞ്ഞ ഷാജി, നമുക്ക് എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിയില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ഈ ആൾദൈവങ്ങള് പണം ഉണ്ടാക്കാൻ കാണിക്കുന്ന മാർഗങ്ങൾ, അവരുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ഇതെല്ലാം എന്താ പറയാ, കേരളത്തിലെ കുറെ കപട വിശ്വാസം, അവർ എന്താണ് എന്താ പറയുക, മൊണ്ണവിശ്വാസികളൊന്നും ഇവർക്ക് തലയിൽ താമസമില്ലേ ഷാജി? എന്താ ഷാജി എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് ലജ്ജിച്ച് തലതാക്കി. കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര വിവരമാണ്, ഭയങ്കര ചിന്താശക്തിയാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറയും. പക്ഷേ ആ ദൈവങ്ങളും അവരുടെ വ്യക്തിപരമായ സഭകളുണ്ട്. അത് കൂണുപോലെ മുളച്ചു വരിക. അതിന്റെ പ്രധാന കാരണം അറിയോ? മനുഷ്യർക്കെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം എവിടെയെങ്കിലും പോയി തീർക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള വ്യഗ്രതയിൽ ഓടി ചെന്ന് വീഴുന്ന എവിടെയാണെന്നറിയോ? അതിനേക്കാൾ വലിയ പടുകുഴിയിലാണ്. ഇവനുള്ള സാമ്പത്തികം കൂടെ അടിച്ചുകൊണ്ട് അവർ പോകുന്ന പരിപാടിയാണ്. സ്വോത്ര കാഴ്ചയെന്നും പിരിവെന്നും ഡൊണേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലാത്തവൻ നാളെ വെൻസയിലും വലിയ വലിയ ഡിഫൻഡറിലും ഒക്കെ നടക്കുക. മനസ്സ് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇവൻ അങ്ങ് വ്യക്തിപരമായിട്ട് വളരുകയാണ്. എനിക്ക് പല ആൾദൈവങ്ങളെ അറിയാം, ഒന്നുമില്ലാത്തവരായിരുന്നു. അവരുടെ വീട് കണ്ടു നോക്കണം. എൻ്റെ പൊന്നപ്പ, വീടൊക്കെ എത്ര കോടി രൂപയുടെ വീടാണ് വെച്ചിരിക്കുന്നത്. അവരുടെ മക്കളുടെ സംവിധാനങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ അവർക്കുള്ള നിക്ഷേപങ്ങൾ, വിദേശത്ത് ബിസിനസ്സുകൾ, ഇപ്പോഴും ഈ മൊണ്ണവിശ്വാസി പോയി തോത്രകാഴ്ച എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡൊണേഷന്റെ അയ്യര് കളിയാണ്. ഇവര് മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി കുറെ പേർക്ക് 2000-3000 ഒക്കെ കൊടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുപോയി അഭിനയിക്കുന്ന അഭിനയം കണ്ടാല് എന്റെ പൊന്നി ഷാജി പെറ്റതള്ള സഹിക്കില്ല. ഷാജി എന്നാ പറഞ്ഞേ? സാറേ, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, സാറ് പറഞ്ഞതല്ല, ഈ എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളാ. പക്ഷെ അത് പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഈ പാസ്റ്റർമാരുടെ മാത്രമേ ഉള്ളൂ. അവർ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പം എന്തോരെ കൃത്രിമമായിട്ട് ചിലരെ വെച്ച് ഈ ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവരോട് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് അവരിവിടെ വന്നിട്ട് ഈ തിരക്കഥ അനുസരിച്ച് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിലത്ത് കിടന്ന് പിടയ്ക്കുക, എഴയുക. ചില പെൺകുട്ടികളൊക്കെ ഈ സമൂഹം ഇങ്ങനെ മലീമസമാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയും പ്രബുദ്ധരായ മലയാളികളാണ് ഇവിടെ. നമ്മള് വിശുദ്ധാടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഹിന്ദുവടലും ഞാൻ ഈ യേശുക്രിസ്തുവിന്റെ ജനന സ്ഥലവും ഗാഗുൽത്താമലയൊക്കെ കാണുന്ന ആഗ്രഹത്തിന് ഞാൻ പോയിട്ടുണ്ട്. അവിടെ വരുന്ന വിശ്വാസികളെ പലരും ഞാൻ സംസാരിക്കുമ്പോൾ അവര് ഇങ്ങനെയുള്ള അഡിക്ഷനിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയത്, സാന്റാമണിക്ക ടൂറിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയത്. അതിനകത്ത് പലരും ഇങ്ങനെയുള്ള ഇത് പോകുന്നുണ്ട്. പിന്നെ വളരെ വേദനയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മുസ്ലിം സമുദായം ഒഴിച്ച് ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈഴവ, ഞാനൊക്കെ ഈഴവയാണ്, ഈഴവ വിഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലേക്ക് പോയി വീഴുന്നത്. അല്ല ഷാജി, ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ഭൂരിപക്ഷം. ഞാൻ കാരണം അറിയോ ഷാജി, ഈയിടെ ഞാനൊരു വീഡിയോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് ചിരിച്ച് നമ്മുടെ മണ്ണ് കപ്പി. കാരണം ഇവനെ കൊണ്ടുവരുവാണ്. ഇവനെ കൊണ്ടുവന്നിട്ട് ഇവൻ പറയുന്ന 20 ഇവന്റെ നട്ടല് പൊട്ടി ഇവനെ ചേലോട്ട് കൊണ്ട് കിടത്തുമ്പം ഈ മൊണ്ണ വിശ്വാസികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവന് എന്തോ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഇവന് ഷട്ടിന് മേളിൽ കൂടിയാ. ഇതൊന്നും ചിന്തിക്കാനുള്ള കാര്യം. ഷട്ടിന് മേളിൽ കൂടി ഏതാണ്ട് ബെൽറ്റ് വല്ല സാധനം ഇട്ടിരിക്കുക. എന്നിട്ട് അവന്റെ കാല് പൊക്കൂ എന്നൊക്കെ പറയുമ്പോൾ കാല് പൊക്കുന്നു. അത് കഴിഞ്ഞ് അവൻ ഓടുന്നു. അപ്പൊ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നടക്കാൻ വയ്യാത്തവരെങ്ങനെ സ്റ്റേജേ വന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. സ്റ്റേജിൽ അവനെ നൂലെ കെട്ടി ഇറക്കിയോ? ഇത് കണ്ടിട്ട് കുറെ മൊണ്ണവിശ്വാസികൾ അവിടെ നിന്ന് ലോറി ലാമ്പട വേസ്പാസ് ഇത് ഇവരുടെ ആൾക്കാര് ഭയങ്കര. എന്നിട്ട് അവൻ ഓടുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഓടുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽവിൻ ഡോക്ടർ അവനെ ചികിത്സിച്ചത്. അങ്ങനെ ഡോക്ടർ അവിടെ ഇല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽവിൻ ഡോക്ടർ ഇവരിലൊക്കെ പറയാം. ആരാ ഈ പറയുന്ന ഈ മറ്റേ ആൾദൈവം ഉണ്ടല്ലോ, അവൻ നിന്ന് അലറുക. ഈ തൊണ്ട പോയ, ഈ സൈലൻസർ പോയവൻ നിന്ന് അലറുക. എന്താ പറയുന്നറിയോ? ഇതാ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽവിൻ ഡോക്ടർ ചികിത്സ. ഇവരെങ്ങനെ ഇതറിഞ്ഞ? ഇത് ശരിക്കും പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് എന്നെയും നമ്മുടെ മനുഷ്യരെ കുറിച്ച് പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാം വ്യക്തികൾ, സെപ്പറേറ്റ് വ്യക്തികളാണ്. ഈശ്വരനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. വേറെ ഒരുത്തന്റെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഈ വ്യക്തിയും നമ്മൾ തമ്മിലുള്ള എന്താ വ്യത്യാസം? ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം എന്തുണ്ട്? നമുക്ക് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഊട്ടി ഉറപ്പിക്കുവാനും അതനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ ആ ദൈവം പ്രാർത്ഥിച്ചാൽ മാത്രമേ
എന്നാ പിന്നെ മെഡിക്കൽ കോളേജ് ഒന്നും വേണ്ടായിരുന്നില്ല, ഇവന്റെ അടുത്തോടെ വിട്ടാ പറയായിരുന്നു, കശേരുകളൊക്കെ ശരിയായത്. സാറേ അത് ഈ കൊറോണ വന്നപ്പോ ഇവന്മാർ എവിടെയായിരുന്നു? കൊറോണ വന്നപ്പോ ഇവരൊക്കെ ഓടി. കൊറോണ പോട്ടെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും യുവതിയായ വീട്ടമ്മയ്ക്ക്, അല്ലെങ്കിൽ ഒരു യുവാവായ ഒരു ഗൃഹനാഥന് അവർക്ക് കിഡ്നി പോയി, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിന് സന്മനസ്സുള്ളവർ സംഭാവന ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. അതിലേക്ക് ആൾക്കാർ സന്മനസ്സുള്ളവർ പൈസ ഇടുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയുള്ളവരെ വിളിച്ചോണ്ട് പോയിട്ട് അവന്മാരുടെ സദസ്സിൽ കയറ്റി നിർത്തിയിട്ട് അവരുടെ അസുഖം മാറ്റിയിട്ട് പറ. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, പുള്ളിക്ക് ഏജ് 78-79 അങ്ങണ്ടായി, പുള്ളിക്കാരന് യാത്ര ചെയ്യാൻ തന്നെ അമേരിക്ക വരെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇത്രയും പാടുപെട്ട് യാത്ര ചെയ്ത് അവിടെ പോയി ചികിത്സിക്കുന്നിടത്ത് ഈ ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ചെന്ന് ഇവന്മാര് ചികിത്സിച്ച് വേണ്ട ഉമ്മൻചാണ്ടി സാറിനൊക്കെ ചെയ്താൽ മതി.